Draw with Shruti. Color happy. Circle, square, line and star. അടിസ്റ്റലിൽ നമ്മൾ സാർ. നിങ്ങൾക്ക് എല്ലാവർക്കും ജിറാഫിനെ അറിയാമോ? ഇവിടെ കുറേ ജിറാഫ് കാണാമോ? 5 ജിറാഫ്സ് ക്രഞ്ച്. ഈ ജിറാഫ്സ് എല്ലാം ഗ്രാസ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് ഒരു ജിറാഫിനെ വരച്ചാലോ? വരയ്ക്കാം. അപ്പം ജിറാഫിന് എന്തൊക്കെയുണ്ട്? ജിറാഫിന് കണ്ണുണ്ട്, മൗത്തുണ്ട്, നോസുണ്ട്, ഒരു ലോങ് നെക്കുണ്ട്, പിന്നെ 4 legs ഉണ്ട്, ഒരു ടെയിലുണ്ട്. അപ്പം നമുക്ക് വരച്ചാലോ? വരയ്ക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? ഒരു പെൻസിൽ വേണം, അല്ലെങ്കിൽ ഒരു പെൻ, പിന്നെ ഒരു സ്കെച്ച് ബുക്ക്. എല്ലാം റെഡിയാണോ വരയ്ക്കാൻ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ പെന്നൊന്ന് തുറന്നിട്ട് ആദ്യം നമുക്ക് ഒരു ഷേപ്പ് ഉണ്ടാക്കണം. ഇങ്ങനത്തെ ഒരു ഓവൽ ഷേപ്പ് ഉണ്ടാക്കണം. ഇത് ജിറാഫിൻ്റെ ഹെഡായി. ഇനി നമുക്ക് എന്ത് വേണം? ഒരു നോസ് ഉണ്ടാക്കിയാലോ? അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കേവ് പോലെ വരച്ചിട്ട് 2 സർക്കിൾ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ അത് ജിറാഫിൻ്റെ നോസായി. ഇനി നമുക്ക് എന്ത് വേണം? ഒരു മൗത്ത്, ഒരു ചിരിക്കുന്ന ജിറാഫ്, സ്മൈലി. ഇനി നമുക്ക് ജിറാഫിൻ്റെ കണ്ണ് വരയ്ക്കണം. അപ്പം നമ്മൾ ഇവിടെ 2 സർക്കിൾ വരയ്ക്കും. പക്ഷെ ജിറാഫിൻ്റെ കണ്ണിനകത്തും ഒരു സർക്കിൾ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മളൊരു സർക്കിൾ വരയ്ക്കും. എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ജിറാഫിൻ്റെ കണ്ണായല്ലോ. ഇനി നമുക്ക് ജിറാഫിൻ്റെ ഹെഡിൽ വേറെ എന്ത് ബാക്കിയുണ്ട്? ജിറാഫിൻ്റെ ഇയേഴ്സ്. അത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വരയ്ക്കാം. ജിറാഫിൻ്റെ ഇയേഴ്സിലെ ലീഫ് പോലെയാണ്. നമ്മൾ ലീഫ് പോലെ ജിറാഫിൻ്റെ ഇയേഴ്സ് വരയ്ക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിറാഫിന് 2 ഹോണുണ്ട്. ആ ഹോണിനെ പറയുന്ന ഓസിക്കോൺസ്. അപ്പോൾ നമുക്ക് അതിങ്ങനെ 2 ലൈൻ ഇവിടെ ഉണ്ടാക്കുക, പിന്നെ വേറെ 2 ലൈൻ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ എന്തായി? ജിറാഫിന് ഹോണായില്ലേ? പക്ഷേ ഹോണിൻ്റെ മുകളിൽ ഒരു സർക്കിളും കൂടെ കൊടുക്കണം. അപ്പോഴാണ് ഓസിക്കോൺസ് ആവുന്നത്. ജിറാഫിൻ്റെ ഹെഡായല്ലോ. ഇപ്പം തന്നെ കാണാൻ കൊള്ളാം അല്ലേ? ഇനി ജിറാഫിൻ്റെ ഒരു നെക്ക് അറിയാലോ അല്ലേ? ഭയങ്കര ലോങ് നെക്കുണ്ട് ജിറാഫിന്. അപ്പം നമുക്ക് അത് വരയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ ജിറാഫിൻ്റെ നെക്ക് വരയ്ക്കാൻ പോവാണേ. അതിനൊരു വലിയ 2 സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണേ. ഇവിടെ മൗത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ലോങ് ലൈൻ. ഇതാണ് ജിറാഫിൻ്റെ വലിയ നെക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ജിറാഫിന് ബോഡി ഉണ്ടല്ലോ, ഒരു വലിയ ബോഡി ഉണ്ട്. അപ്പം നമ്മൾ ഈ സൈഡിലെ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചിട്ട് ഇങ്ങനെ താഴോട്ട് വരയ്ക്കണം. അതേപോലെ ഈ ലൈനിനെ ഇങ്ങോട്ട് വരെ വരയ്ക്കണം. ഇപ്പം എല്ലാവരും റെഡിയായോ? ഇങ്ങനെ ഒരെണ്ണം വരച്ചു, ഇങ്ങനെ ഒരെണ്ണം വരച്ചു. ഇനി നമുക്ക് ജിറാഫിന് 4 legs ഉണ്ട്, അറിയാലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ലൈൻ, ഇവിടെ വേറെ ലൈൻ, പിന്നെ ഒരു ലൈൻ. എത്ര ലൈൻ വരച്ചു? 1 2 3 4. ഇനി 5 6 7 8. 8 ലൈൻസ് ആയില്ലേ ജിറാഫിന്? ഇനി ഇത് 2 കൂടെ കണക്ട് ചെയ്യുക. ഈ 2 ലൈനും കൂടെ കണക്ട് ചെയ്യുക. ഈ 2 ലൈനും കൂടെ കണക്ട് ചെയ്യുക. ഈ 2 ലൈനും കൂടെ കണക്ട് ചെയ്യുക. ആയോ? ഇനി നമുക്ക് ഈ ലൈനും ഈ ലൈനും കൂടെ കണക്ട് ചെയ്യണം. ഇങ്ങനെ ജിറാഫിൻ്റെ ലെഗ്സായി. ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിറാഫിൻ്റെ ലെഗ്സിൻ്റെ താഴെ നമുക്ക് ഇങ്ങനെ എല്ലാ ലെഗിനും നമ്മളിങ്ങനെ ഒരു ഷൂസ് പോലെ കൊടുക്കണം. എന്നിട്ട് ഈ ഷൂസിനെയൊക്കെ നമുക്ക് ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ കളർ ചെയ്യാം. നിങ്ങളും എൻ്റെ കൂടെ കളർ ചെയ്യുന്നുണ്ടോ? റെഡിയായോ? ഇനി ഒരു കാര്യം മിസ്സിങ് ആണല്ലോ ജിറാഫിന്. അതെന്താ? ജിറാഫിൻ്റെ ടെയിൽ. അതിങ്ങനെ ഒരു എസ് പോലെ വരയ്ക്കണേ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ലീഫ്.
ജിറാഫിൻ്റെ ലീഫ് പോലത്തെ ടേൽ. ഇനി നമുക്ക് ഈ ലീഫിനെയും ഒരു കളർ ചെയ്തേക്കാം. ഇനി അവസാനം ജിറാഫിന് ഇനി എന്താ ഉള്ളത്? സ്പോട്ട്സ്. ജിറാഫിന് കുറേ സ്പോട്ട്സ് ഉണ്ട്. നെക്ക് തൊട്ട് ബോഡി വരെ സ്പോട്ട്സ് ഉണ്ട്. സ്പോട്ട്സ് ഏത് ഷേപ്പ് വേണേ ആവാം. നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് വരയ്ക്കാം. പിന്നെ ഈ സൈഡിൽ, പിന്നെ ഈ സൈഡിൽ വരയ്ക്കാം, ഈ സൈഡിൽ വരയ്ക്കാം, പിന്നെ ഈ സൈഡിൽ വരയ്ക്കാം, ഈ സൈഡിൽ വരയ്ക്കാം, ഈ സൈഡിൽ വരയ്ക്കാം. പിന്നെ നമുക്ക് കുറേ സർക്കിൾസ് വരയ്ക്കാം. ഇങ്ങനെ സർക്കിൾ, ഈ ഷേപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ജിറാഫിൻ്റെ സ്പോട്ട്സ് വരയ്ക്കും. ജിറാഫിൻ്റെ കാലിൽ സ്പോട്ട്സ് വേണ്ട, ബാക്കി ബോഡിയിൽ ഫുൾ നമ്മൾ സ്പോട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുക. ഇത്രയും സ്പോട്ട്സ് ഇട്ടു. ജിറാഫ് ആയല്ലോ. ഇനി നമുക്ക് സ്പോട്ട്സിനെ കൂടെ കളർ ചെയ്താലോ? അപ്പോൾ നമ്മൾ സ്പോട്ട്സിന് ഇങ്ങനെ ബ്ലാക്കായിട്ട് കളർ ചെയ്യാം. നിങ്ങളും എൻ്റെ കൂടെ കളർ ചെയ്യണേ സ്പോട്ട്സിന്. എല്ലാ സ്പോട്ട്സിനും ബ്ലാക്ക് കളർ. വെളിയിലോട്ട് പോകാതെ ശ്രദ്ധിച്ച് ചെയ്യണേ. പതുക്കെ പതുക്കെ എല്ലാ സ്പോട്ട്സിനും നമ്മളിങ്ങനെ ബ്ലാക്ക് കളർ അടിക്കുക. ശരിക്കുള്ള ജിറാഫിന് ബ്രൗൺ കളർ സ്പോട്ട്സാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്കടിക്കാം. നമ്മളിവിടെ ബ്ലാക്ക് കളറാണ് സ്പോട്ട്സിന് അടിക്കുന്നത്. ജിറാഫ് ഹാപ്പിയായി. സ്പോട്ട്സൊക്കെ വന്നു ജിറാഫിന്. നിങ്ങളുടെ ജിറാഫ് എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? ഇനിയും ജിറാഫിന് കുറേ സ്പോട്ട്സ് ഉണ്ട്. എല്ലാ സ്പോട്ട്സും മിസ് ചെയ്യാതെ കളർ അടിക്കണേ. എല്ലാ സ്പോട്ട്സും കളർ അടിച്ചു കഴിഞ്ഞാൽ ജിറാഫ് ഹാപ്പിയാകും. അങ്ങനെ നമ്മളെല്ലാ സ്പോട്ട്സും കളർ ചെയ്തു. അപ്പോൾ ജിറാഫ് റെഡിയായി. ജിറാഫ് ഹാപ്പിയായി ആയില്ലേ? അങ്ങനെ ഫ്രണ്ട്സ്, ഈ പടം നിങ്ങൾ വരച്ച പടം സൂപ്പറായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ അമ്മേനെയും അച്ഛനെയും കാണിക്കണേ. എങ്ങനെയുണ്ട് എൻ്റെ ജിറാഫ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാമോ? നിങ്ങളുടെ ജിറാഫ് സൂപ്പറായിട്ടില്ലേ? എല്ലാവരെയും കാണിക്കണേ നിങ്ങളുടെ ജിറാഫിന്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ആനിമൽ വരയ്ക്കും. എന്ത് ആനിമൽ വരയ്ക്കണം നിങ്ങൾ പറ, ഞാൻ വരയ്ക്കാം.